പ്രിയപ്പെട്ടവർക്ക് യൂസുഫ് നബി ചരിത്രം മൂന്നാം ഭാഗത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ദിവസം പതിവ് പോലെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം തൻ്റെ പിതാവിനോടൊന്നിച്ച് ഉറങ്ങുവാൻ കിടന്നു. ആ ഉറക്കത്തിൽ കുട്ടിയായ യൂസുഫ് വിചിത്രമായ ഒരു സ്വപ്നം കണ്ടു. ആകാശത്ത് കത്തിജ്വലിച്ചു നിന്ന സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ വിഴുങ്ങുന്നു. ഈ വിചിത്രമായ സ്വപ്നം കണ്ട ആ ബാലൻ ഞെട്ടി ഉണർന്നു. ഭയത്തോടെ തൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ച് യാക്കൂബ് തൻ്റെ പുത്രനെ സ്വാന്തനപ്പെടുത്തിയ ശേഷം വിവരങ്ങൾ അന്വേഷിച്ചു. തനിക്കുണ്ടായ അതിശയകരമായ സ്വപ്നം പിതാവിനോട് വിവരിച്ചു. സ്വപ്നവൃത്താന്തം അറിഞ്ഞ യാക്കൂബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം പ്രസന്നമായി. അദ്ദേഹം വാത്സല്യത്തോടെ യൂസുഫ് നബിയുടെ കവിളിൽ ഉമ്മ വച്ചു. എന്നിട്ട് യൂസുഫിനോട് പറഞ്ഞു, മകനെ, നീ സ്വപ്നത്തിൽ കണ്ട സൂര്യനും ചന്ദ്രനും നിൻ്റെ മാതാപിതാക്കൾ ആണ്. 11 നക്ഷത്രം നിൻ്റെ സഹോദരങ്ങളും. എല്ലാം ഒരു നാൾ നിൻ്റെ അധീനതയിൽ ജീവിക്കേണ്ടി വരും. ഇതാണ് നീ കണ്ട സ്വപ്നത്തിൻ്റെ സാരം. അതിനാൽ എൻ്റെ മകൻ ഭയപ്പെടേണ്ട. എന്നാൽ നീ കണ്ട ഈ സ്വപ്നത്തിനെക്കുറിച്ചോ അതിന് ഞാൻ തന്ന വ്യാഖ്യാനത്തെക്കുറിച്ചോ നിൻ്റെ സഹോദരങ്ങളെയോ മറ്റുള്ളവരെയോ അറിയിക്കരുത്. അത് നിനക്ക് അപകടമാണ്. പിതാവിൻ്റെ നിർദ്ദേശം യൂസുഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു. അവർ വീണ്ടും ഉറങ്ങുവാൻ കിടന്നു. എന്നാൽ അവിടെ നടന്ന സംഭാഷണങ്ങളെല്ലാം അടുത്ത മുറിയിലുണ്ടായിരുന്ന ലിയ സഹോദരൻ കേൾക്കുന്നുണ്ടായിരുന്നു. സ്വപ്ന വ്യാഖ്യാനം കേട്ട ലിയയുടെ മനസ്സിൽ അസൂയയും കോപവും ഇരട്ടിച്ചു. അവരുടെ മനസ്സിൽ പലവിധ ആശങ്കകളും ഉയർന്നു. അസ്വസ്ഥമായ ചിന്തകളാൽ ലിയ എന്ന് പറയുന്ന സഹോദരൻ ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. പ്രഭാതമായ ഉടൻ മൂത്ത പുത്രന്മാരായ റുബൈലിനെയും ശമോനെയും യഹൂദയെയും അരികിൽ വിളിച്ച് യൂസുഫ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് അതിന് പിതാവ് നൽകിയ വ്യാഖ്യാനത്തെക്കുറിച്ചും വളരെ വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. വിവരങ്ങൾ അറിഞ്ഞ റൂബീലിൻ്റെ മുഖം കോപത്താൽ ചുവന്നു തുടുത്തു. എന്ത്? നമ്മളെല്ലാം യൂസുഫിൻ്റെ അധീനത്തിൽ ജീവിക്കേണ്ടി വരുമെന്നോ? ഇല്ല, ഇത് കള്ളമാണ്, ചതിയാണ്. പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടാകുവാൻ അവൻ നെയ്തെടുത്ത കള്ളക്കഥകളാണിത്. അവൻ്റെ വഞ്ചനയിൽ പിതാവ് അകപ്പെട്ടിരിക്കുന്നു. ഈ വിധം മുന്നോട്ട് പോയാൽ പിതാവിന് നമ്മോട് അല്പം പോലും സ്നേഹമില്ലാതാകും. ഒരുപക്ഷേ അദ്ദേഹം നമ്മെ വെറുക്കുവാനും സാധ്യതയുണ്ട്. ഇല്ല, അതിന് അനുവദിക്കാൻ പാടില്ല. അവൻ്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിച്ചേ പറ്റൂ. പ്രതികാരദാഹികളായി തീർന്ന അവർ തങ്ങളുടെ മറ്റു സഹോദരങ്ങളെ രഹസ്യമായി ഒരുമിപ്പിച്ചു കൂട്ടി. യൂസുഫിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കും എന്നതിനെക്കുറിച്ച് ചർച്ച തുടങ്ങി. പലരും പല മാർഗങ്ങൾ മുന്നോട്ട് വെച്ചു. അവസാനം ശമോൻ എന്ന സഹോദരൻ പറഞ്ഞു, യൂസുഫിനെ ഇല്ലായ്മ ചെയ്യാൻ എനിക്ക് തോന്നിയ ഒരു വഴി ഞാൻ പറയാം. ചരിത്രപാഠം 4-ാം ഭാഗം നാളെ കേൾക്കാം.